2022 ഞങ്ങളുടെ വീട്ടിൽ 2 അണ്ണാൻകുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ. പീക്കുവും ചീക്കുവും. പേര് ഞങ്ങൾ തന്നെ ഇട്ടതാണ്. ഉണ്ണി തിരുവനന്തപുരത്ത് നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ 2 അണ്ണാൻകുഞ്ഞുങ്ങളെ. ഉണ്ണിയുടെ സാറിൻ്റെ വീട്ടിൽ കാർ ഷെഡിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അതിനെ ഞങ്ങൾ കൊണ്ടുവന്ന് ആറ്റുനോറ്റ് ഭക്ഷണമൊക്കെ കൊടുത്ത് ഞങ്ങൾ വളർത്തി കൊണ്ടുവന്നതാണ്. പെട്ടെന്ന് ഒരു ദിവസം അതിനെ കാണാണ്ടായി. ഒരാൾ മാത്രമല്ല കേട്ടോ, 2 പേര്. ഇതിപ്പോൾ ഞാൻ ഈ അണ്ണാൻ്റെ ഈ വീഡിയോ കണ്ടുപിടിച്ച് തപ്പിപ്പിടിച്ച് ഇത് ഇടാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഇച്ചാപ്പിയുടെ വെഡ്ഡിങ് വ്ലോഗ് കണ്ടു കേട്ടോ. അപ്പോൾ അതിൽ കുറേ കമൻറ്റ്സ് കണ്ടു, ഒരു അണ്ണാൻ കുഞ്ഞ് രക്ഷപ്പെടുത്തിയ ജീവിതമാണെന്ന് പറഞ്ഞിട്ട്, ഒരു അണ്ണാൻ കുഞ്ഞിനെ കൊണ്ട് വ്ലോഗ് എടുത്ത് തുടങ്ങിയതാണെന്നൊക്കെ. അപ്പോൾ ഈ അണ്ണാൻ കുഞ്ഞ് ഞങ്ങളുടെ ജീവിതമൊന്നും രക്ഷപ്പെടുത്തിയില്ലെങ്കിലും ജീവനും രക്ഷപ്പെടുത്തിക്കൊണ്ട് ഓടിയ 2 അണ്ണാൻ കുഞ്ഞുങ്ങളായിരുന്നു ഞങ്ങളുടെ പീക്കും ചീക്കും. ശരിക്കും ഞങ്ങൾ ആറ്റുനോറ്റൊക്കെയായിട്ട് വളർത്തി. എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു കൊണ്ടുവന്നപ്പോൾ. എനിക്ക് ചെറിയ OCD അസുഖമൊക്കെ ഉണ്ട്. അത് കാരണം എനിക്കിഷ്ടമല്ല പെറ്റ്സിനെ. അത് പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും എനിക്ക് വേണ്ട എന്നുവെച്ചാൽ എനിക്കത് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ പീക്കുവിനെയും ചീക്കുവിനെയും കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ നാളൊക്കെ ഒരു ഇറിറ്റേഷനൊക്കെ ആയിരുന്നെങ്കിലും പിന്നെ അതായിട്ട് അങ്ങോട്ട് സെറ്റാവാൻ തുടങ്ങി. പഴം കൊടുക്കും, പാല് കൊടുക്കും, ആറ്റുനോറ്റ് വളർത്തി കൊണ്ടുവന്നതാണ്. പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ജോലിക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനെ കാണാനില്ല. ഇതെവിടെ പോയി ദൈവമേ എന്ന് പറഞ്ഞ് അന്വേഷിച്ച് എനിക്ക് ആകെ വിഷമമായി. ഞാൻ ഉണ്ണിനെ വിളിച്ചിട്ട് പറഞ്ഞു, പീക്കുവിനെയും ചീക്കുവിനെയും കാണാനില്ല ഉണ്ണിയേട്ടാ, എവിടെ പോയിന്ന് അറിയില്ല, അതാന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമമായി. പിന്നെ അന്വേഷണമായി, വീട് ഫുൾ അന്വേഷിച്ച് കിട്ടിയില്ല. അയൽവക്കത്ത് അന്വേഷിച്ച്, വീട്ടിലെ ഫ്രണ്ടിലൊരു പറമ്പൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയി അന്വേഷിച്ച് എവിടെ നിന്നും കിട്ടിയില്ല കേട്ടോ. ആകെ വിഷമമായി. ലാസ്റ്റ് കുളിക്കാൻ കയറിയപ്പോൾ ബാത്റൂമിലിരിക്കുന്നു. അങ്ങനെയാണ് അന്ന് അതിനെ കിട്ടിയത്. ദൈവാനുഗ്രഹത്തിന് അത് ക്ലോസറ്റിൽ പോകാതിരുന്നത്, അല്ലെങ്കിൽ ചത്തുപോയാനായിരുന്നു. ഒരെണ്ണത്തിനെ കിട്ടി, ഒരെണ്ണം പോയി കേട്ടോ. പിറ്റേ ദിവസം മുതൽ എന്ത് ചെയ്തു, ആരുഷിനെ കൊണ്ടാക്കുന്ന കൂടെ അണ്ണാൻ കുഞ്ഞുങ്ങളുടെ കൂടെ പാടി പൊക്കി വീട്ടിൽ കൊണ്ടുപോയാക്കാൻ തുടങ്ങി. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്നും അത് കാണാതെയായിട്ടാ. രാവിലെ കൊണ്ടുപോയാക്കും, വൈകിട്ട് തിരിച്ചു കൊണ്ടുവരും. ഇതായിരുന്നു ഞങ്ങളുടെ റുട്ടീൻ. പെട്ടെന്ന് ഒരു ദിവസം വൈകുന്നേരം വന്നപ്പോൾ അവിടെ നിന്നും അത് മിസ്സായി. അതിൻ്റെ പുറകിൽ, ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ വലിയൊരു കാടൊന്നുമല്ല, അത്യാവശ്യം മരങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അത് രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ഇനി അവിടെ തിരഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അത് കാരണം അവർ സ്വാതന്ത്ര്യം തേടി പോയതാണ്, അവർ പോയി രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതിനെ പിന്നെ അങ്ങോട്ട് നോക്കിയില്ല, പോട്ടെ എന്ന് വിചാരിച്ച്. പക്ഷെ ഇപ്പോഴും ആ കാട്ടിൽ ഏതെങ്കിലും അണ്ണാനെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പീക്കു പീക്കു എന്ന് വിളിക്കും. പീക്കു ആണോ ചീക്കു ആണോ എന്ന് അറിയാത്തതുകൊണ്ട് 2 പീക്കു വിളിക്കും, 2 ചീക്കു വിളിക്കും.